بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أما بعد، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس، أوصيكم إياي أولا بتقوى الله. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. قال الله تعالى في القرآن الشريف: بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, നമ്മേവരെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി സ്വന്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഒരു ചുമയിൽ കൂടി അള്ളാഹു നമ്മെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇതിനാവസരമേകിയ റബ്ബിനെ ആമുഖമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അക്സിറു ദിക്ര ഹാദിഹിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ സുഖ സൗകര്യങ്ങളെയും സൗഭാഗ്യങ്ങളെയും വിച്ഛേദിച്ചുകൊണ്ട് എല്ലാം മുറിച്ചു കളയുന്ന മരണത്തെ കൂടുതലായി ഓർക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സത്യവിശ്വാസി അധികമായി ഓർക്കേണ്ടത് അവന്റെ മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം, ഖബറുകൾ സിയാറത്ത് ചെയ്യണം. കാരണം ഫഇന്നഹാ തദക്കിറുകുമുൽ ആഖിറ. ഖബറുകൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ മരണാന്തര ജീവിതം, ആ പരലോക ജീവിതം നിങ്ങളെ ഓർമ്മപ്പെടുത്തതാണ് ഓരോ ഖബർ സിയാറത്തുകളും. സഹോദരങ്ങളെ, നമുക്ക് മുമ്പ് ഒരുപാട് ആളുകൾ ജീവിച്ചിട്ടുണ്ട് ഈ ലോകത്ത്. അവരെല്ലാം ഇന്ന് ഖബറുകളിൽ കഴിയുകയാണ്. അവർക്കെല്ലാം സമ്പാദ്യമുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, ഇണകളുണ്ടായിരുന്നു, ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ആശകളുണ്ടായിരുന്നു.
നമ്മൾ കാണുന്നത് പോലെ തന്നെ അവരും സ്വപ്നങ്ങൾ കണ്ടിരുന്നു. എന്നാൽ എല്ലാവരും ഇപ്പോൾ ഖബറുകളിൽ കഴിയുകയാണ്. തീർച്ചയായും ഒരു ദിവസം നാമും ഈ ഇഹലോകത്തോട് വിട പറഞ്ഞ് ഖബറിൽ കഴിയേണ്ടവരാണ്. അത് തന്നെയാണ് ഇന്നത്തെ വിഷയം. ആ ഖബറിൽ കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ജീവിതം, മരണാന്തര ജീവിതം, പരലോക ജീവിതം എന്നത്. ഈ ലോകത്തുള്ള മുഴുവനും മനുഷ്യരും മരിച്ചു മണ്ണായതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമിയെയും അവയ്ക്കിടയിലുള്ളതിനെയും നശിപ്പിച്ച് മറ്റൊരു ലോകമാക്കി മാറ്റുന്ന ആ ഒരു ദിവസം, അതിൽ നമുക്കാർക്കും തർക്കമില്ലല്ലോ. സഹോദരങ്ങളെ, അന്ത്യദിനം, ഖിയാമത്ത് നാൾ, യൗമുൽ ആഖിർ എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ അവസാനിച്ച് മനുഷ്യരെയെല്ലാം ഒരുമിച്ച് കൂട്ടി വിധി നിർണയിക്കുന്ന, വിചാരണകൾ നടത്തുന്ന, പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ആ ഒരു ദിവസമാണ് യൗമുൽ ആഖിർ എന്ന് പറയുന്നത്. എത്രത്തോളം എന്നാൽ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതാണ്, അഖീദയുടെ കൂടെ ചേർത്ത് പറഞ്ഞതാണ് അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, പരലോകത്തിലുള്ള വിശ്വാസം എന്നത്. മരണാന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ആരെങ്കിലും പരലോകമില്ല, ഖിയാമത്ത് നാളില്ല, മരിച്ചതിന് ശേഷം വീണ്ടും ഒരു ജീവിതമില്ല എന്ന് നിഷേധിക്കുകയാണെങ്കിൽ അവന്റെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മരണാന്തര ജീവിതത്തെ വളരെ യഖീനോട് കൂടി തന്നെ വിശ്വസിക്കണം. സത്യവിശ്വാസികളുടെ ക്വാളിറ്റിയെ കുറിച്ച് അല്ലാഹു പറയുമ്പോൾ പറയുകയാണ്, വബിൽ ആഖിറതിഹിം യൂഖിനൂൻ. അവർ എങ്ങനെയുള്ളവരാണ്? മരണാന്തര ജീവിതത്തിൽ ഒരു സംശയവുമില്ലാതെ ദൃഢമായി ഉറച്ചു വിശ്വസിക്കുന്നവരാണ് എന്ന്. സഹോദരങ്ങളെ, അങ്ങനെ മരണത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുവാൻ വേണ്ടി വിചാരണകൾ ചെയ്യുന്ന ആ ഒരു ദിവസം, യൗമുൽ ആഖിർ, വിധി നിർണയ ദിവസം, നാം ദിനേന ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ എന്ന ആ വാക്യത്തിൽ വരുന്ന ആ പ്രതിഫല ദിവസം, അത് തന്നെയാണ് യൗമുൽ ആഖിർ. അതുപോലെ തന്നെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നു. യൗമുൽ ബൗസ്, യൗമുൽ നുശൂർ, യൗമുൽ ജംഅ്, യൗമുൽ ഖിയാമ, വിധി നിർണയ ദിവസം, പ്രതിഫല ദിവസം. അതുപോലെ തന്നെ നാം ഒരുപാട് നേരം വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആ നിൽപ്പിന് യൗമുൽ ഖിയാമ, നിൽക്കുന്ന ആ ദിവസം എന്നൊക്കെ നമുക്ക് ഹദീസുകളിലും ഖുർആനിലും ഒക്കെയായി കാണുവാൻ സാധിക്കും. അത് വിശ്വസിച്ചേ മതിയാവൂ. മരണാന്തര ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തലങ്ങളുണ്ട്. അവയിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒരു ഭാഗം മാത്രമാണ് ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ കാര്യം, മരണാന്തരം ഒരു ജീവിതമുണ്ട്. മരണത്തോടുകൂടി നാം ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അനുസരിച്ച് ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിലേക്കും ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്കും കൊണ്ടെത്തിക്കുന്ന ആ ഒരു ദിവസം, വിധി നിർണയ ദിവസം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നമ്മുടെ കർമ്മങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അൽ ഇസ്തിഅദാദു ലിൽ യൗമിൽ ഖിയാമ, പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന്. അത് വിധി നിർണയ ദിവസമാണ്, വിചാരണ ദിവസമാണ്, നന്മയും തിന്മയും ഒക്കെ തീരുമാനിക്കുന്ന ദിവസമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിനു വേണ്ടി നാം ഒരുങ്ങണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മതസ്സാ, അല്ലാഹുവിന്റെ ദൂതരെ, എപ്പോഴാണ് അന്ത്യദിനം, ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന്. തിരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാദാ അഅദത് ലഹാ, എല്ലാം ശരിയാണ്, ഖിയാമത്ത് നാൾ എന്നാണ് വരിക എന്ന് താങ്കൾ ചോദിക്കുന്നു. മാദാ അഅദത് ലഹാ,
താങ്കൾ അതിനു വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്താണ്? ഖിയാമത്ത് നാൾ വരുന്നാൽ അതിനു വേണ്ടി താങ്കൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഖിയാമത്ത് നാൾ എന്നാണ് സംഭവിക്കുക എന്നതിനേക്കാളും പ്രാധാന്യം എന്താണ്? അതിനുവേണ്ടി നാം എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. യൗമുൽ ആഖിറത്തിലെ വിശ്വാസത്തിലെ യൗമുൽ ആഖിറത്തിന്റെ വിശ്വാസത്തിലെ ഒന്നാമത്തെ കാര്യം അതിനുവേണ്ടി നാം ഒരുങ്ങുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഫഅയ്യിൽ മുഅ്മിനൂന അകിയസ്, അല്ലാഹുവിന്റെ ദൂതരെ, സത്യവിശ്വാസികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിശാലി ആരാണ് എന്ന്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉത്തരം നൽകുകയാണ്, അക്തറുഹും ലിൽ മൗത്ത് ദിക്റ വഅഹ്സനുഹും ലഹു ഇസ്തിഇദാദ്. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? മരണത്തെ കുറിച്ച് കൂടുതലായി ചിന്തിക്കുകയും മരണാന്തര ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരുമാണ് സത്യവിശ്വാസികളിൽ വെച്ച് ഏറ്റവും ബുദ്ധിശാലി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മരണാന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, മറിച്ച് അതിനു വേണ്ടി ഒരുങ്ങലാണ് പ്രധാനമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനും അത് തന്നെയാണ് പറയുന്നത്. സൂറത്തുൽ ഹശ്റിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് എല്ലാവരും സ്വയം വിചാരണ നടത്തുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യവിശ്വാസികൾ മരണാന്തര ജീവിതത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ മേഖലകളും പരിശോധിച്ചു നോക്കുക. എന്തിനു വേണ്ടിയാണ് നാം തൗഹീദ് സ്വീകരിച്ചത്? നമ്മൾ ബിദ്അത്തുകളിൽ നിന്നും വിട്ട് സുന്നത്തുകൾ മാത്രം പിന്തുടരുന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ് നമസ്കാരം നിലനിർത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ഇബാദത്തുകൾ ചെയ്യുന്നത്? എല്ലാം ആ പരലോക ജീവിതം, വിധി നിർണയ ദിവസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ എല്ലാ അമലുകളും നാം ചെയ്യുന്നത്, അല്ലേ? എല്ലാം അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതാണ്. അടുത്തതായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറാ. അല്ലാഹു തആല പറയുകയാണ്, പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ടും അല്ലാഹു തആല ആ കർമ്മത്തെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം, അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഒന്നാമത്തേത് അതിനുവേണ്ടി പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുക. രണ്ടാമത്തെ കാര്യം അതിനു വേണ്ടി ഒരുങ്ങുക എന്നത്. അല്ലാതെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, ഈ രണ്ടും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. ഒന്ന് വിശ്വസിക്കുക, രണ്ടാമത് അതിനു വേണ്ടി പണിയെടുക്കുക എന്നുള്ളത്. അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം എന്താണ്? അതിനുവേണ്ടി അതിൽ വിശ്വസിക്കുക പരലോകത്തിൽ. രണ്ടാമത് അതിനു വേണ്ടി ഒരുങ്ങുക, പണിയെടുക്കുക, നമ്മുടെ അമലുകൾ ഇബാദത്തുകൾ എല്ലാം അതിനെ മുൻനിർത്തിക്കൊണ്ടുള്ളതാക്കുക. മൂന്നാമതായിട്ട് ഈ പരലോകത്തെ നിഷേധിക്കുന്നവർക്ക് ഇല്ല ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, മരണാന്തരം ഒരു ജീവിതമില്ല, വിധി നിർണയമില്ല, ഖബർ ജീവിതമില്ല, ബർസഖില്ല എന്ന് പറയുന്നവർക്ക് മറുപടി കൊടുക്കുവാൻ, യുക്തിഭദ്രമായ മറുപടി കൊടുക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇക്കാലഘട്ടത്തിലെയും ചോദ്യമാണ്, ഓരോ സമുദായത്തിലും ചോദിക്കപ്പെട്ട ചോദ്യമാണ്. നാം എല്ലാവരും മരിച്ച് മണ്ണായതിനു ശേഷം, നമ്മുടെ എല്ലുകളെല്ലാം തുരുമ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മെ പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാരാണ് എന്നുള്ള ചോദ്യം, അല്ലേ? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, എന്താ പറയുന്നത്? മൻ യുഹീൽ ഇളാം വഹിയ റമീം, നമ്മുടെ എല്ലുകളെല്ലാം തുരുമ്പിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല മറുപടി നൽകുന്നത്. യുഹിയഹല്ലദീ അൻശഹഹാ അവ്വല മറ. നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ആരാണോ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചത്,
അതേ റബ്ബ് തന്നെയാണ് വീണ്ടും അവനെ സൃഷ്ടിക്കുവാൻ കഴിവുള്ളവൻ. ഒരിക്കൽ സൃഷ്ടിച്ച റബ്ബിന് വീണ്ടും സൃഷ്ടിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു കൊടുക്കുവാൻ പറയുകയാണ്. അതെ, നിങ്ങളെ ആദ്യം മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബ്, ആ മണ്ണ് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവന്റെ ഒരു അംശവും അതിൽ കാണുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ച റബ്ബിന് നിങ്ങളെ വീണ്ടും ഒന്നുകൂടെ സൃഷ്ടിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന് പറയുവാൻ വേണ്ടി അല്ലാഹു തആല പറയുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, യാ അയ്യുഹന്നാസ് ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ജനങ്ങളെ, നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടോ ഉയർത്തിയെഴുന്നേൽക്കുന്നതിനെ കുറിച്ച്, പുനർജീവിതം ലഭിക്കുന്നതിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടോ? അല്ലാഹു പറയുകയാണ്, ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചത്, സുമ്മ മിൻ നുത്ഫ, പിന്നീട് ഇന്ദ്രിയ തുള്ളികളിൽ നിന്നും സൃഷ്ടിച്ചു. അല്ലെ, എത്ര നിസാരമായി കാണുന്ന ബീജം, അതിൽ നിന്നും അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചു. ഒന്നും അറിവില്ലാത്തൊരു മനുഷ്യന്റെ അടുക്കൽ കൊണ്ട് ഇന്ദ്രിയ തുള്ളിയെ കാണിച്ചുകൊണ്ട് ഇതിൽ നിന്നുമാണ് ഹൃദയമുള്ള, കണ്ണുള്ള, കേൾവിയുള്ള, കാഴ്ചയുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ, അവരോട് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും. ഈ ഇന്ദ്രിയ തുള്ളി പോലും അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ സംവിധാനം മൂലമാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖ, അതിനുശേഷം അല്ലാഹു തആല ഒരു ഭ്രൂണമാക്കി. ആ ഭ്രൂണത്തെ പിന്നെ എന്ത് ചെയ്തു? വഗൈറ മുഖല്ലഖ, രൂപമുള്ളതും രൂപമില്ലാത്തതുമായ മാംസപിണ്ഡങ്ങളാക്കി, രക്തപിണ്ഡങ്ങളാക്കി ഒരു നിശ്ചിത കാലം വരെ ഗർഭാശയത്തിൽ വെച്ചു. പിന്നീട് ശിശുക്കളായി അവരെ ശിശുക്കളായി അവരെ പുറത്തു കൊണ്ടുവന്നു എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഇതിനെല്ലാം കഴിവുള്ള റബ്ബ് എത്രത്തോളമെന്നാൽ, ഒരു മനുഷ്യൻ ഒന്നുമില്ലായ്മയിൽ നിന്നും അല്ലാഹു തആലയ്ക്ക് സൃഷ്ടിക്കുവാൻ കഴിവുണ്ട് എങ്കിൽ, നിസാരമായി കാണുന്ന ബീജത്തിൽ നിന്നും ഒരു മനുഷ്യനെ സൃഷ്ടിക്കുവാൻ കഴിവുണ്ട് എങ്കിൽ, ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം അതിനെ ഒരു പ്രായം വരെ വളർത്തി വലുതാക്കി വാർദ്ധക്യത്തിന്റെ അങ്ങേ പ്രായം വരെ കൊണ്ടെത്തിക്കുവാൻ കഴിവുള്ള റബ്ബിന് ഉറപ്പായിട്ടും പുനർജീവിപ്പിക്കുവാനും കഴിവുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രവുമല്ല, തുടർന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? വതറൽ അർള ഹമീദ, ഭൂമിയിലേക്ക് നോക്കുക. ഭൂമി ജീവനില്ലാതെ വറ്റി വരണ്ടു കിടക്കുകയാണ്. ആ ഭൂമിയിൽ സസ്യങ്ങളില്ല, ചെടികളില്ല, വെള്ളമില്ല, കന്നുകാലികളില്ല, ഒന്നും തന്നെ ഇല്ലാത്ത ഭൂമി. ആ ഭൂമിയിലേക്ക് അല്ലാഹു തആല വെള്ളമിറക്കുകയാണ്. വെള്ളമിറങ്ങിയതും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായ വെള്ളം ആകാശത്ത് നിന്നും വന്നു കഴിഞ്ഞതും ആ ഭൂമി ജീവനുള്ളതായി മാറുന്നു. സസ്യങ്ങളും ചെടികൊടികളും മുളച്ചു പൊന്തുന്നു, കണ്ണിന് കൗതുകമേറുന്ന രൂപത്തിൽ ഇളകി മറിയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അങ്ങനെ പരലോകം വരില്ല എന്ന് സംശയമുള്ളവർക്ക് അല്ലാഹു തആല തന്റെ സൃഷ്ടി വൈഭവത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇതിനെല്ലാം കഴിവുള്ള റബ്ബ്, അവൻ തീർച്ചയായും സത്യവാനാണ്, മാത്രവുമല്ല മരിച്ചവരെ ജീവിപ്പിക്കുവാനും കഴിവുള്ളവനാണ് റബ്ബ്. ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ച റബ്ബിന് വരണ്ടു കിടന്ന ഭൂമിയിൽ നിന്നും മുളച്ചു പൊന്തുന്ന സസ്യലതാദികളെ മുളപ്പിക്കുവാൻ കഴിവുള്ള റബ്ബിന് ഉറപ്പായിട്ടും മരിച്ചവരെ പുനർജീവിപ്പിക്കുവാൻ കഴിയുമെന്ന് പറയുക നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. തുടരെ അല്ലാഹു പറയുന്നു, തീർച്ചയായും അന്ത്യനാൾ വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹാ, അതിൽ സംശയമില്ല. വഅന്നല്ലാഹ യുബ്അസു മൻ ഫിൽ ഖുബൂർ,
ഖബറുകളിലുള്ളവരെ തീർച്ചയായും നിസ്സംശയം അള്ളാഹു ആ മനുഷ്യരെ എല്ലാം പുറത്തു കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് അത് വരിക തന്നെ ചെയ്യും, അതിൽ സംശയമേ ഇല്ല. അള്ളാഹു ഉറപ്പായിട്ടും പുനർജീവിപ്പിക്കപ്പെടും മനുഷ്യരെ എന്നാണ്. അതിനുള്ള തെളിവ് സൃഷ്ടിപ്പിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ കാണിച്ചുകൊണ്ടാണ് അള്ളാഹു താല പറയുന്നത്. അതുകൊണ്ട് പരലോകത്തിൽ പറഞ്ഞിട്ടുള്ള, പരലോകത്തെ കുറിച്ച് ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് അതിനു വേണ്ടി ഒരുങ്ങേണ്ട ബാധ്യത നാം ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതിനുശേഷം ഒരാൾ മരിക്കുന്നതോടുകൂടി അയാളുടെ യൗമുൽ ആഖിറ ആരംഭിക്കുകയാണ്, ബർസഹായ ജീവിതം ആരംഭിക്കുകയാണ്, ഖബർ ജീവിതം ആരംഭിക്കുകയാണ്. അവിടെയുമുണ്ട് രക്ഷയും ശിക്ഷയും പരീക്ഷണങ്ങളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് എന്ന് മുൻകരുതലുകൾ മരണത്തിന് മുമ്പ് ഇന്ന് തന്നെ നാം എടുക്കേണ്ടതുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ ഖബറിന്റെ രക്ഷയും ശിക്ഷയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മഹ്ശറിൽ കൊണ്ട് നിർത്തുന്നു. അവിടെയും 50,000-ഓളം വർഷം ദൈർഘ്യമുള്ള ദിവസങ്ങൾ, അവിടെയുമുണ്ട് പരീക്ഷണങ്ങൾ, അവിടെയുമുണ്ട് രക്ഷയും ശിക്ഷയും ഒക്കെ. അതിൽ രക്ഷപ്പെടുവാൻ എന്താണോ ചെയ്യേണ്ടത് അതിന് നാം മുൻകരുതലുകൾ എടുക്കണം. അങ്ങനെ വിധി നിർണയിക്കുന്നു. വിചാരണവേള എളുപ്പമാകുവാൻ നാം എന്താണോ ചെയ്യേണ്ടത് എന്ന്, അവിടുത്തെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്താണോ ചെയ്യേണ്ടതെന്ന് മുൻകരുതലുകൾ മരണത്തിന് മുമ്പ് തന്നെ എടുക്കണം. അങ്ങനെ വിചാരണകൾ കഴിഞ്ഞു. സിറാത്ത് എന്ന പാലം, നരകത്തിന് മുകളിലുള്ള പാലത്തിലൂടെ കടക്കുമ്പോൾ അവിടെയുമുണ്ട് പരീക്ഷണങ്ങൾ, അവിടെയുമുണ്ട് രക്ഷയും ശിക്ഷയും. അതിൽ രക്ഷപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകരുതലുകൾ മരണത്തിന് മുമ്പ് തന്നെ എടുക്കണം. അങ്ങനെ സിറാത്ത് എന്ന പാലത്തിലൂടെ രക്ഷപ്പെട്ട് സ്വർഗത്തിന്റെ പടിവാതിൽക്കൽ എത്തിയാൽ പോലും ആ വാതിൽ നിന്നും തടഞ്ഞു നിർത്തിയവരുണ്ട്, തിരിച്ചയച്ചവരുണ്ട്. അവിടെ പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടാൻ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് മുൻകരുതലുകൾ എടുക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചവരെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നാം എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കുക എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, നാം ഓരോരുത്തരുടെയും ഇബാദത്തുകൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, മറ്റു പല മേഖലകൾ കുടുംബബന്ധമായിക്കോട്ടെ, കച്ചവട രംഗത്തായിക്കോട്ടെ, സാമുദായിക പ്രശ്നങ്ങളിൽ പങ്കെടുക്കുന്ന വിധങ്ങളായിക്കോട്ടെ, എല്ലാ മേഖലകളിലും ഒരു ഇബാദത്ത് എന്ന് പറഞ്ഞ് നാം ഒരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നാം പരലോകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതായിരിക്കണം. അവിടെ നമുക്ക് പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടുവാൻ സാധിക്കുമോ? ആ പ്രവർത്തനം ചെയ്യുന്നത് മൂലം നമുക്ക് വല്ല ഉപകാരവും ഉണ്ടോ എന്ന് സ്വയം ആത്മപരിശോധന നടത്തുക. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പരലോകത്ത് നന്മയാക്കി മാറ്റി തരുമാറാവട്ടെ. അല്ലാഹ് ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുത്ത് നാളെ നിന്റെ കോടതിയിൽ യഥാർത്ഥ വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവണേ. വാഹിദ് ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം തന്നെ പരലോകത്തിന് വേണ്ടിയുള്ളതാണ്, ആഖിറത്തിന് വേണ്ടിയാണ് നാം ഇവിടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും, ആരെങ്കിലും ഒരു കടുകുമണിയോളം തിന്മ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും മാത്രമേ നാളെ പരലോകത്തുണ്ടാവുകയുള്ളൂ. വൽ ആഖിറതു ഖൈറുൻ വഅബ്ക, എല്ലാത്തിനേക്കാളും ഉത്തമം നമുക്ക് ആഖിറത്ത് തന്നെയാണ് എന്നാണ് അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമും
നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഇഹലോക ജീവിതത്തിൽ നാം കാണുന്നതെല്ലാം വെറും കളിയും ചിരിയും തമാശയും മാത്രമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇല്ലാ മതാഉൽ ഉറൂർ, ഈ കാണുന്ന സകലതും വഞ്ചനയുടെ വിഭവമല്ലാതെ ഒന്നല്ല എന്ന് നാം സ്വയം മനസ്സിലാക്കണം. അള്ളാഹു അവനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം ഇബാദത്തുകൾ ചെയ്ത് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും പരലോകത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളത് മാത്രമാക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മളെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരണേ. ഞങ്ങളെയും ഞങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബക്കാർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവരെയും സ്വർഗപ്പൂന്തോപ്പിൽ ഒരുമിച്ച് കൂട്ടുമാറാവണേ നാഥ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. இது போன்ற மார்க்க சொற்பொழிவுகள் மற்றும் இஸ்லாமிய காணொளிகளுக்கான நமது தமிழ் இஸ்லாமிக் ஃபுட்டேஜ் என்கிற யூடியூப் சேனலை சப்ஸ்கிரைப் செய்து கொள்ளுங்கள். ஜஸாக்குமுல்லாஹு கைரன் கஸீரா.